ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തോന്നുന്നു വീഡിയോ ഇടുന്നത്. ചെറുതായിട്ട് ലാഗായതിന് ക്ഷമിക്കണം. അപ്പം എല്ലാവരും തമ്മിൽ കണ്ട് വന്നതായിരിക്കും. സോ ആദ്യം തന്നെ ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു രീതിയിൽ, അതായത് ഫാറ്റ് ഷേമിങ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഐ ആം റിയലി സോറി. എൻ്റെ ഒരു ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ റെഡിയാണ്. അപ്പം ഈ വീഡിയോ എങ്ങനെ തുടങ്ങുക, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞ് കുളവാക്കാം എന്നുള്ളൊരു നല്ല പേടിയുണ്ട് എനിക്ക്. സോ ഞാൻ എന്തായാലും ഒരു 5-6 പേരോട് യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പ് ഒരു ഇത് ചോദിച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചിട്ട് എടുത്തോളായിരിക്കും. കാരണം എനിക്ക് ഞാനപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. NGLൻ്റെ ഒരു ലിങ്ക് ആയിരുന്നു അത്. അതായത് നമുക്ക് അനോണിമസ് ആയിട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ എനിക്കതിനകത്ത് കുറേ മെസ്സേജസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിലെ കളിയാക്കിയും കുറേ ഇങ്ങനെ കുറേയൊക്കെ വന്നിരുന്നു. ഞാനപ്പം എൻ്റെ വായിൽ വരുന്ന അങ്ങനെ അധികം മോശമായിട്ട് ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് രീതിക്ക് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ സ്റ്റോറി കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവർ കമൻറ്റ് ചെയ്യൂ വീഡിയോയുടെ അടിയിൽ. ഓക്കെ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഇത് മാത്രമല്ല, ഭയങ്കര വേറെ കുറേ കാര്യങ്ങളിൽ ക്യൂരിയസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തു. എനിവേ, അപ്പം അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു 2 കാര്യങ്ങളെ ഞാൻ കാണിച്ചു തരാം. 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്ന 2 ക്വസ്റ്റ്യൻസ്. ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. അതിനകത്ത് ആദ്യത്തത്, അത് മോശമായ രീതിയിലൊന്നും ആരാണോ പറഞ്ഞിട്ടുള്ളത്, അത് മോശമായ രീതിയിലൊന്നും ആൾ പറഞ്ഞിട്ടില്ല. ആൾ ഭയങ്കര എന്താ പറയുക, കാര്യമായിട്ട് കുറയ്ക്കണ്ടേ കേറേട്ടനാന്ന് തോന്നുന്നു, വട്ടെവർ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്ന, ഞാൻ ഫേസിൽ വണ്ണം വെച്ചു, ബിലിവേഴ്സി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു ഹെൽത്തി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിലിവേഴ്സി പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പായിരുന്നു. അപ്പം ആൾക്കാർ അത്രയും വർഷങ്ങളുടെ ഇടയ്ക്ക് ഗ്യാപ്പിൽ മാറും. അതൊന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. പിന്നെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഹാപ്പി ആകുമ്പോൾ ആൾക്കാർ വണ്ണം വയ്ക്കുമെന്ന്. അതൊരു എക്സ്ക്യൂസും ആയിരിക്കും, മേ ബി എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സും ആയിരിക്കും. എനിവേ, ഞാനും മനസ്സിലാക്കിയിരുന്നു ഞാൻ വണ്ണം വയ്ക്കുന്നുണ്ടെന്ന്. സോ ഞാനും ജിമ്മിൽ പോയി തുടങ്ങിയിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റിനുള്ളവർ മനസ്സിലാക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴാണ് ജിമ്മിൽ പോയി തുടങ്ങിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഇതേപോലത്തെ കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ സ്വന്തം കൂട്ടുകാരുണ്ടായിരുന്നു. ഒക്കെ പറയട്ടെ, എന്താന്ന് വെച്ചാൽ പറയട്ടെ. പക്ഷെ ജിമ്മിൽ പോകണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് എന്നെ കുറിച്ച് ഓക്കെ. ഞാനും അവരൊക്കെ എന്നോട് പറഞ്ഞു ജിമ്മിൽ പോകുക, സെറ്റാവും. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി. ജിമ്മിൽ പോയി കഴിഞ്ഞും അന്നേരം പറഞ്ഞിട്ടൊന്നും ജിമ്മിൽ പോയി ഫിറ്റാവാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നും ആയിരുന്നു. പക്ഷേ ഞാനങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഇവർ എന്തൊക്കെയോ ഒരു വ്യത്യാസം എൻ്റെ ബോഡിയിലുണ്ട്, ഞാൻ അത് കാണുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി സുന്ദരിയായിട്ടുണ്ട് ഞാൻ. ടു ബി ഓണസ്റ്റ്, പ്ലീസ് പറ. ഇല്ലേ? ഉണ്ട്. കുറച്ച് ചബ്ബി ആവുന്നതനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ക്യൂട്ട് ഫീച്ചേഴ്സ് കൂടുന്നുണ്ടാവും. നല്ലതല്ലേ? എനിക്ക് ചബ്ബി ആയി കഴിഞ്ഞ് കാണാൻ കൊള്ളാം. ഞാനിട്ട് അതേ ഇഞ്ചിൽ തന്നെ കുറേ പേര് ചബ്ബി ആയി കഴിഞ്ഞ് കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എനിവേ, ചബ്ബി ആയിട്ടുള്ളവർ ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി ഇതെന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇതിനിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരണ്ട. നേരിട്ട് നമ്മളിപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫാമിലി ഫങ്ഷനിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്നോട് വന്നിട്ട്, മോള് പണ്ടത് ഇത് കൂട്ടിയിരുന്നതോ, ഇപ്പൊ ഇത്രയായോ, ഇനി വണ്ണം വെക്കണ്ട, ഇത്രയും മതി കേട്ടോ. ചിലപ്പോൾ വണ്ണം വെച്ചെന്ന് ഇരിക്കും. എൻ്റെ ശരീരമല്ലേ, ഞാൻ എന്തോ ചെയ്യാനാണ്. എനിക്ക് വേണ്ടതൊക്കെ കഴിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുമുണ്ട്. ഐ എം ഹാപ്പി. എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത്യാവശ്യമായി അൺഹെൽത്തിയാണ്. പക്ഷേ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല ഞാൻ. കുറച്ച് നോർമൽ എമൗണ്ടൊക്കെ
തന്നെ ഞാൻ കഴിക്കുന്നുള്ളൂ. പിന്നെ വളരുന്ന പ്രായമല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അപ്പം ഇനി ഇതെന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, മറുപടി ഒന്നും പറയുന്നതല്ല. അപ്പോൾ എനിക്ക് വ്യൂവും കൂടും. ഇനി ഇതിപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ജനറലൈസ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ, ചോദിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളോട് തന്നെ കൂടെ വയ്ക്കുക. ഇപ്പം നിങ്ങളോട് വന്നിട്ട് ഒരാൾ ഓക്കെ ഞാൻ വണ്ണം വെച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ തന്നെ അവരോട് പോയി പറയുക വണ്ണം വെച്ചു. ഇല്ലെങ്കിൽ വായടച്ചിരിക്കുക. ഇത് കുറേ പേർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതോ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? അല്ല, ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരോടാണ്. ചെയ്യുന്നവരോട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അഭിപ്രായം സ്വന്തമാക്കി വെക്കുക. ചോദിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, വിഷമിക്കരുത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. പറയും ഉറപ്പായിട്ടും പറയും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഹെൽത്തിയാണ്, ഫിറ്റാണ് എങ്കിലും പറയും. ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ലൈക്ക് ബന്ധുക്കാരുടെ കാര്യം പറയാനാണെങ്കിൽ അവർക്ക് നമ്മളെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഇപ്പം എന്ത് പറയാനാണ്, നമ്മൾ ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് കാണുന്ന ബന്ധമായിരിക്കും. അവർക്ക് എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് പറയുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താണെങ്കിലും എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പറയണ്ടേ. അപ്പം നമ്മളിങ്ങനെ ചിരിച്ച് ഓക്കെ ആൻറ്റി, ആ അങ്കിൾ മതി, ആ ഒരു വളിച്ച ചിരി കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ നല്ല തിരിച്ച് മറുപടി കൊടുക്കുക. മോശമായി സംസാരിക്കണമെന്നല്ല, നമ്മളപ്പം അവരുടെ ലെവലായി പോവും. നമ്മൾ നല്ല രീതിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകകളൊന്നും നടക്കത്തില്ല ഇവിടെ ആൾക്കാർ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ചിലപ്പം ഒരു 100 പേര് കണ്ടെന്നിരിക്കട്ടെ, അതായത് ചിലപ്പോൾ ഒരു 50 പേർക്ക്, മാക്സിമം 50 പേർക്ക് മനസ്സിലാകുമായിരിക്കും. ബാക്കിയുള്ള 50 പേര് പറയും എനിക്ക് വേണ്ടാന്ന്. ഇറ്റ്സ് നോർമൽ. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, വളിച്ച ചിരി കൊടുക്കുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും. പിന്നെ നമ്മുടെ കയ്യിൽ നല്ല മറുപടി, നമ്മൾ വെറുതെ വീട്ടിൽ കുത്തി ഇരിക്കുമല്ലോ, വെറുതെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും, ഇവനാണ് പറഞ്ഞെങ്കിൽ എന്ത് പറയും, ഇവളാണ് പറഞ്ഞെങ്കിൽ എന്ത് പറയും, ഇങ്ങനെ ആലോചിച്ച് കുറച്ച് മറുപടി ഇങ്ങനെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ എന്തൊരു ആവശ്യം വരുമ്പോൾ അതെടുത്തങ്ങ് ഉപയോഗിക്കുക. സെറ്റല്ലേ? ഇങ്ങനെയൊക്കെ ഞാൻ കോമഡി ആയിട്ട് പറയുമെങ്കിലും എല്ലാവരും മാക്സിമം എന്താ പറയുക, ഇങ്ങനെ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കാതിരിക്കുക. അപ്പം ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് തിരുത്താം. ആരോടെങ്കിലും ഹേർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരോട് പോയി സോറി പറയാം. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പം ലൈക്ക് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, സോറി, റിയലി സോറി. ഞാൻ എന്തെങ്കിലും ഇതിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളും സോറി പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലവ് യുവർ സെൽഫ്. ഓക്കെ, സെറ്റ്? അയ്യോ, ഞാൻ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അയ്യോ, എന്തൊക്കെയായി നടക്കണേ കൊച്ചു കേരളത്തിൽ. ഞാൻ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവരും തന്നെ നിങ്ങളുടെ കുമ്പസാരം എനിവേ, നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. പിന്നെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ലൈക്ക് നമ്മൾ ഇത് കാണുന്ന ബാക്കിയുള്ളവർ കൂടെ അറിയിക്കട്ടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മാറ്റേഴ്സ്. സോ എല്ലാവരും അറിയട്ടെ, അറിഞ്ഞതിനെപ്പറ്റി ഒരു അവയർനെസ് ആവട്ടെ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതൊരു ബോണസ് ക്ലിപ്പ് പോലെയാണ്. അതിൻ്റെ അവസാനം കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം ആയിരുന്നു. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.